അപ്പോൾ നമ്മള് ഒരു പഴഞ്ചൊല്ലി ഗുരുക്കന്മാർ നമുക്ക് സ്കൂൾ കാലം മുതലേ പറഞ്ഞു തന്നിട്ടുണ്ട്, പിന്നെ ആപത്ത് കാലത്ത് നമുക്ക് കൂടെ എത്തുന്നവരാണ് സുഹൃത്തുക്കൾ എന്ന്. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കത്തില് പൂർണ്ണമായിട്ടും മനസ്സ് തകർന്നു നമ്മള് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഒരു നിൽക്കുന്ന സ്തംഭനാവസ്ഥയില് സേവാഭാരതിക്കാരാണ് പെട്ടെന്ന് എത്തി തന്നത്. ആദ്യം നമ്മൾ 2:30 വെള്ളം കട്ടുമ്പൽ കയറുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു വെള്ളം വരുന്നുണ്ട് എന്ന്. അപ്പോഴേക്കും നമ്മൾ ഏകദേശം വീട് പകുതിയോളം മുങ്ങിയ അവസ്ഥയിലായി. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇവര് നേരം വെളുക്കുമ്പോഴേക്കും എവിടുന്നാ വന്നേന്നറിയില്ല ഈ സഹോദരങ്ങള് നമ്മളെ കൈപിടിച്ച് ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് വന്നിട്ട്, ഒരു ഭാഗത്ത് നമുക്ക് പശുക്കുട്ടിയുണ്ട്, പിന്നെ വെള്ളത്തിൽ മുങ്ങി ചത്തു കിടക്കുന്നു. ഇപ്പുറത്തെ മുറ്റത്ത് മരങ്ങൾ കടപുഴകി വീണ് കിടക്കുന്നുണ്ട്. അകത്ത് ഒരു സാധനങ്ങളും ഇല്ല, എല്ലാം ഒഴുകിപ്പോയി. അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, മുട്ടിനു മേലെ ചളിയാണ്. തൊഴുത്തില് പശുക്കളെല്ലാം ചളിയിൽ പകുതിയോളം മുങ്ങിയ അവസ്ഥയിലാണ്. എന്നിട്ട് ഇവര് വന്നിട്ട് എവിടുന്ന് തുടങ്ങണമെന്നോ നമ്മളെ ഒരു മുൻപരിചയോ ഇവർക്കില്ല. പക്ഷേ കുറെ ആൾക്കാരതാ പശുക്കളുടെ ഭാഗത്തേക്ക് പോന്നു, കുറെ ആൾക്കാർ അകത്ത് വൃത്തിയാക്കുന്നു. ഓരോ ഭാഗത്തേക്കായിട്ട് ഇവർ തിരിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഇവരെത്തി ഒരുവിധം വൃത്തിയാക്കി. ഇവര് എല്ലാ സ്ഥലവും വൃത്തിയാക്കിയിട്ട് ഇനി എന്നാ സഹോദരി ചെയ്യണ്ടേന്നുള്ള ചോദ്യമില്ലേ, അത് മനസ്സിനെ വല്ലാണ്ട് എനിക്ക് എന്താ തിരിച്ചവരോട് പറയണ്ടേന്നും കൂടി അറിയില്ല. കാരണം അത്ര അവരോട് ഈ ജന്മം മുഴുവൻ അവരോട് ആ സ്നേഹം ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അതാവസ്ഥയില് അവര് താങ്ങാൻ വലിയ ഏറ്റവും നമുക്ക് പ്രധാനം കുടിവെള്ളമാണ്. ആരും ചോദിക്കൊന്നും വേണ്ട. ഈ വൃത്തിയാക്കൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് അവര് കുടിവെള്ളമാണ് നമുക്ക് എത്തിച്ചു തന്നത്. കാരണം നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ 10-15 പശുക്കൊക്കെയുള്ള കുടിവെള്ളം കണ്ടറിഞ്ഞ് നമുക്ക് കൊണ്ടുതന്നെ അവരുടെ ആ മനസ്സുണ്ടല്ലോ, അത് വളരെ വലിയ മനസ്സാ. അത് കാണാതിരിക്കാനാവൂല. അത്ര അവർക്ക് ചെയ്താൽ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ മനസ്സിൽ ഒരു ദിവസവും രാവിലെ ആയാൽ അവരെ മനസ്സിൽ സ്മരിക്കുന്നുണ്ട്. സാധനങ്ങളായിട്ടും അവര് എത്തിച്ചു തന്നായിട്ട് അവർക്ക് ഒരു കുടുംബത്തിൽ അവര് അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമ്മൾ അവരാ അവസ്ഥയിലെ കിറ്റുമായിട്ട് വന്നാൽ തന്നെ മനസ്സിലാവും. കാരണം നമുക്ക് വെളിച്ചമില്ല എന്നവര് കണക്കുകൂട്ടി തീപ്പെട്ടി മുതല് മെഴുകുതിരി മുതല് എവിടെ തുടങ്ങണം ഫസ്റ്റ് മുതൽ അവർ കണ്ടറിഞ്ഞത് കൊണ്ടുവരണമെങ്കിൽ അവരെത്രത്തോളം സമൂഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവരുടെ ആ നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്രമാത്രം അവര് നമ്മളെ കൈപിടിച്ചു വരുത്തി. അവര് അന്നത്തെ അവരുടെ ആ വരവ് നമ്മുടെ ഒരു നമുക്ക് ചിന്തനത്തിന് വഴിയൊരുക്കി. എനിക്ക് മനസ്സിൽ തോന്നി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഇവര് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല, അവർക്ക് നമ്മളൊരു പ്രതിഫലം കൊടുക്കുന്നില്ല. പക്ഷെ ഇത്രമാത്രം അവര് നമുക്ക് വേണ്ടി ചെയ്യണമെന്നെങ്കിൽ അവരുടെ മനസ്സ് എത്രമാത്രം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി.